ഓക്കെ. വയനാട് പുൽപ്പള്ളിയിലെ അക്രമ സംഭവങ്ങളിൽ കൂടുതൽ പേർക്കെതിരെ കേസെടുക്കാൻ പോലീസ് മേഖലയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ്. കേസെടുക്കുന്നത് പൊതുമുതൽ നശിപ്പിച്ചതിന് ആണെന്ന് മന്ത്രി AK ശശീന്ദ്രനും കേസുകൾ പിൻവലിക്കണമെന്ന് K മുരളീധരനും MP ആവശ്യപ്പെട്ടു. ആക്രമണത്തിന് പിന്നിൽ ലോഹയിട്ട ചിലരാണെന്ന BJP ജില്ലാ പ്രസിഡന്റ് KP മധുവിന്റെ പരാമർശം വിവാദമായി. ഹർത്താലിനിടെയുണ്ടായ അക്രമ സംഭവങ്ങളിൽ 100ഓളം പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. 2 അറസ്റ്റുകളുണ്ടായി. വന്യമൃഗശല്യത്തിൽ രാഷ്ട്രീയം കാണരുതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കേസെടുത്തത് പൊതുമുതൽ നശിപ്പിച്ചതിൻ്റെ പേരിലാണ്. അക്രമാസക്തമായ സമരം ഉണ്ടാകുമ്പോൾ പോലീസ് നടപടികളുമായി മുന്നോട്ട് പോകേണ്ടി വരും. പ്രതിഷേധിച്ചവർക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കണമെന്ന് K മുരളീധരൻ MP ആവശ്യപ്പെട്ടു. വന്യമൃഗങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ കഴിയുന്നില്ല സർക്കാരിന്. എന്നാൽ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി സമരം ചെയ്യുന്നവരെ കേസിൽ പ്രതികളാക്കുന്നത് ഇതാദ്യത്തെ ഒരു സംഭവമാണ്. പുൽപ്പള്ളിയിലെ അക്രമത്തിന് പിന്നിൽ ലോഹയിട്ട ചിലരാണ് എന്നായിരുന്നു BJP ജില്ലാ പ്രസിഡന്റ് KP മധുവിന്റെ പ്രതികരണം. ഇവരുടെ ആഹ്വാനത്തിന് ശേഷമാണ് പുൽപ്പള്ളിയിൽ സംഘർഷമുണ്ടായത്. ഇവർക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ലെന്നും KP മധു കുറ്റപ്പെടുത്തി. സർവകക്ഷി യോഗത്തിന് തീരുമാനം പറയുന്ന അവസരത്തിൽ ആ തീരുമാനം പറഞ്ഞ സമയത്ത് ചില ലോഹയിട്ട ആളുകളാണ് വിടരുത്, പിടിക്കട, അവിടെ തല്ലട എന്നൊക്കെ പറഞ്ഞിട്ട് ആക്രോശം മുഴക്കിക്കൊണ്ട് പിന്നെ വന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ പ്രകോപിതരായത്. അതിനുശേഷമാണ് അവിടെ സംഘർഷമാണ്. കുപ്പി ചെറിയുന്നു, കല്ല് വെച്ചെറിയുന്നു, ഈ സ്ഥിതിവിശേഷത്തിലേക്ക് പോയത്. അവരെ ആരുടെയും പേരിൽ കേസെടുക്കാതെ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ആളുകളുടെ പേരിലൊന്നും കേസില്ല. പുൽപ്പള്ളിയിലെ സംഭവങ്ങളിൽ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. ഇതിനുശേഷമാകും കൂടുതൽ പേർക്കെതിരെ കേസെടുക്കുക. 24 വയനാട്. നിഷാദ് PS പറയുകയാണ്, ഹാഷ്മി ഞങ്ങളെ എല്ലാവരെയും കള്ളക്കേസിൽ കൊടുക്കുന്നു പുൽപ്പള്ളിയിൽ എന്ന് പറയുകയാണ്. പുൽപ്പള്ളിക്കാരനാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ കേസെടുക്കുമ്പോഴേക്കും ഇത് ജാമ്യമില്ലാ വകുപ്പൊക്കെയാണ്. അങ്ങനെ ഒരു പകപോക്കൽ രൂപത്തിൽ കേസെടുക്കലാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി, ജനുവരി, ഡിസംബർ പോയ 3 മാസങ്ങളിൽ 4 പേർ കൊല്ലപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ ഈ വേദനകൾ നേരിട്ട് അനുഭവിക്കുന്ന മനുഷ്യരാണ്. അവരുടെ സമരത്തിന് ആ ജീവനഷ്ടത്തിൻ്റെ വൈകാരികത ഉണ്ടാകും. അതൊക്കെ മനസ്സിലാക്കിയുള്ള കേസെടുക്കലാവട്ടെ എന്ന് ആഗ്രഹിക്കുകയുമാണ്.